നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അർദ്ധരാത്രി നേർക്കുനേർ വന്നത് 2 വിമാനങ്ങൾ, ചതിച്ചത് ഒരേ നമ്പറുകൾ. ATCയുടെ നിർണായക നീക്കത്തിൽ ഒഴിവായത് വലിയ ഒരു ദുരന്തം. എന്താണ് സംഭവം? വിശദമായി നോക്കാം. യുഎസിലെ ഫീനിക്സ് സ്കൈ ഹാർബർ ഇന്റർനാഷണൽ എയർപോർട്ടിന് മുകളിലാണ് ഈ സംഭവം അരങ്ങേറിയിരിക്കുന്നത്. 2 വിമാനങ്ങൾ ഒരേ ദിശയിൽ എത്തുകയായിരുന്നു. എങ്ങനെ ഇത് സംഭവിച്ചു എന്നതാണ് ഏറ്റവും നിർണായകമായ ചോദ്യം. അപകടകരമായ സാഹചര്യത്തിൽ നിന്നും 2 യാത്രാ വിമാനങ്ങൾ, അതായത് കൂട്ടിമുട്ടുക, അത്തരത്തിൽ വലിയൊരു അപകടത്തിലേക്ക് നയിക്കപ്പെടേണ്ട സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷെ തല്ലനാരിഴയ്ക്കാണ് 2 യാത്രാ വിമാനങ്ങൾ രക്ഷപ്പെട്ടത്. ഒരേ ഫ്ലൈറ്റ് നമ്പറിൽ സർവീസ് നടത്തിയ 2 അമേരിക്കൻ എയർലൈൻസ് വിമാനങ്ങളാണ് ആകാശത്ത് വെച്ച് ഒരേ പാതയിൽ നേർക്കുനേർ വന്ന സ്ഥിതി ഉണ്ടായത്. പക്ഷേ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എയർ ട്രാഫിക് കൺട്രോളുടെ ജാഗ്രത, വലിയ ഇടപെടൽ, കൃത്യസമയത്ത് അദ്ദേഹം ഇടപെട്ടു. ഇത് കാരണം വലിയ ദുരന്തമാണ് ഒഴിവായി പോയത്. വെള്ളിയാഴ്ച അർദ്ധരാത്രിക്ക് ശേഷമായിരുന്നു വ്യോമയാന മേഖലയെ നടുക്കിയ ഈ ഒരു സംഭവം, അല്ലെങ്കിൽ അപകടത്തിലേക്ക് നയിക്കപ്പെടേണ്ടിയിരുന്ന ഒരു വലിയ സംഭവം ഉണ്ടായത്. ഷിക്കാഗോയിൽ നിന്ന് ഫീനിക്സിലേക്ക് വരികയായിരുന്നു ഒരു വിമാനം. ഫീനിക്സിൽ നിന്ന് പുറപ്പെടേണ്ടിയിരുന്ന മറ്റൊരു വിമാനം. അമേരിക്കൻ എയർലൈൻസ് ഫ്ലൈറ്റ് 2482 എന്ന ഒരേ നമ്പറാണ് കമ്പനി 2 വിമാനങ്ങൾക്കും നൽകിയത്. ഒരേ സമയം ഒരു എയർപോർട്ട് പരിധിയിൽ ഒരേ കോൾ സൈൻ ഉപയോഗിച്ച് 2 വിമാനങ്ങൾ സർവീസ് നടത്തുന്നത് അങ്ങനെ സംഭവിക്കാത്ത കാര്യമാണ്, അസ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല, അത് ഒരിക്കലും സംഭവിച്ചു കൂടാത്ത കാര്യം കൂടിയാണ്. അപൂർവമായിട്ട് സംഭവിച്ചതാണ് ഇത്തരത്തിൽ 2 വിമാനങ്ങൾക്ക് ഒരേ നമ്പർ. മോശം കാലാവസ്ഥയെ തുടർന്ന് ഷിക്കാഗോയിൽ നിന്നുള്ള വിമാനം പുറപ്പെടാൻ മണിക്കൂറുകളോളം വൈകുന്ന സാഹചര്യമുണ്ടായി. ഈ സമയപരിധിയിലാണ് ഫീനിക്സിൽ നിന്ന് നടത്തേണ്ടിയിരുന്ന അടുത്ത സർവീസിനായി എയർലൈൻസ് അധികൃതർ മറ്റൊരു വിമാനം സജ്ജമാക്കിയത്. പക്ഷേ പഴയ ഫ്ലൈറ്റ് നമ്പർ മാറ്റി പുതിയ കോൾ സൈൻ നൽകുന്നതിൽ കമ്പനിയുടെ ഡിസ്പാച്ച് വിഭാഗത്തിന് വലിയ ഗുരുതര വീഴ്ച സംഭവിക്കുകയായിരുന്നു. വൈകിയെത്തിയ ഷിക്കാഗോ വിമാനം ഫീനിക്സ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാൻ തയ്യാറെടുക്കുകയായിരുന്നു. ഈ സമയത്ത് തന്നെ ഫീനിക്സിൽ നിന്നുള്ള 2ാമത്തെ വിമാനം അതേ നമ്പറിൽ റൺവേയിൽ നിന്ന് പറന്നുയരുകയായിരുന്നു. മിനിറ്റുകൾക്കുള്ളിൽ 2 വിമാനങ്ങളും ഒരേ ആകാശപരിധിയിൽ പരസ്പരം കൂട്ടിമുട്ടുന്ന തരത്തിൽ പാതയിൽ സംഗമിച്ചു. വ്യോമയാന നിയന്ത്രണത്തിൽ പൈലറ്റുമാർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നത് ഫ്ലൈറ്റ് നമ്പർ അല്ലെങ്കിൽ കോൾ സൈൻ ഉപയോഗിച്ചാണ്. എയർ ട്രാഫിക് കൺട്രോളർ ഒരു നിർദ്ദേശം നൽകും. അപ്പോൾ ഒരേ നമ്പറിലുള്ള 2 പൈലറ്റുമാരും അത് തങ്ങൾക്കുള്ള നിർദ്ദേശമാണെന്ന് തെറ്റിദ്ധരിക്കും. അത് എന്തുമാത്രം അപകടത്തിലേക്കാണ് നയിക്കപ്പെടുന്നതെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിൽ തെറ്റിദ്ധരിച്ച് വലിയൊരു അപകടത്തിനുള്ള സാധ്യതയായിരുന്നു അവിടെ ഒരുക്കപ്പെട്ടത്. ഒരു പൈലറ്റ് തെറ്റായ നിർദ്ദേശം പാലിച്ച്, അല്ലെങ്കിൽ 2 പേരും ഒരേ സമയം, അതായത് ഒരു വിമാനത്തിനായിരിക്കും നിർദ്ദേശം നൽകുക. പക്ഷെ 2 പേരെ നമ്പർ ഒന്നായതുകൊണ്ട് തന്നെ 2 പേർ ആ നിർദ്ദേശം ഏറ്റെടുത്ത് ഒരുപോലെ പ്രവർത്തിച്ചാൽ, ഒരേ സമയം ഉയരം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തിരുന്നുവെങ്കിൽ വിമാനങ്ങൾ ആകാശത്ത് വച്ച് തന്നെ കൂട്ടിയിടിക്കുന്ന സാഹചര്യമാണ് അവിടെ സംജാതമാകാനിരുന്നത്. എന്തായാലും സാഹചര്യത്തിൻ്റെ ഗൗരവം വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയ എയർ ട്രാഫിക് കൺട്രോളർ അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള ഇടപെടൽ 2 വിമാനങ്ങളെ വേർതിരിച്ച് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ വലിയൊരു അപകടം ഒഴിവായിപ്പോയി. അമേരിക്കൻ 2482 അറൈവൽ എന്നും അമേരിക്കൻ 2482 ഡിപ്പാർച്ചർ എന്നും പ്രത്യേകം പേരെടുത്ത് വിളിച്ച് പൈലറ്റുമാർക്ക് അദ്ദേഹം കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി. അപ്പോൾ അതായത് എത്താനിരുന്ന വിമാനവും പുറപ്പെടാനിരുന്ന വിമാനവും അങ്ങനെ ഈ പേരിനോടൊപ്പം, അതായത് ഈ നമ്പറിനോടൊപ്പം തന്നെ അത്തരത്തിൽ ചേർത്ത് വായിച്ചത് കൊണ്ട് തന്നെ 2 പേർക്കും അത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ വലിയൊരു അപകടം ഒഴിവായിപ്പോയി. വന്നുകൊണ്ടിരുന്ന വിമാനത്തോടെ നിശ്ചിത ഉയരത്തിൽ തന്നെ തുടരാനും ടേക്ക് ഓഫ് ചെയ്ത വിമാനത്തോടെ ഒരു പരിധിയിൽ കൂടുതൽ ഉയരത്തിലേക്ക് പോകരുതെന്നും കർശന നിർദ്ദേശം നൽകുകയായിരുന്നു. ഇതിലൂടെ വിമാനങ്ങൾ തമ്മിലുള്ള ലംബമായ അകലം പാലിക്കപ്പെടുകയും ചെയ്തു. വിമാനങ്ങൾ മൈലുകൾ അകലെയായിരിക്കുമ്പോൾ തന്നെ പൈലറ്റുമാർക്ക് പരസ്പരം കാണാൻ കഴിയുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു. കൺട്രോളറുടെ ശാന്തവും അതുപോലെ തന്നെ വളരെ സംയോജിതവുമായുള്ള ഇടപെടൽ, അതുപോലെ തന്നെ ബുദ്ധിപരമായുള്ള ഇടപെടൽ, അത് കാരണം വലിയ അപകടം, ഈ വിമാനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടാകുന്ന അപകടം ഒഴിവായി പോവുകയായിരുന്നു. അപകട സാധ്യത ഒഴിവായ ശേഷം ലാൻഡ് ചെയ്ത വിമാനത്തിലെ പൈലറ്റ് കൺട്രോളറുടെ സംയോജിതമായ പ്രവർത്തനത്തെ പ്രശംസിക്കുകയും ചെയ്തു. റേഡിയോ സന്ദേശത്തിലൂടെയാണ് പ്രശംസ അറിയിച്ചത്. നൈസ് വർക്ക് എന്ന് പൈലറ്റ് പറഞ്ഞപ്പോൾ ഇതൊരു വൻ ദുരന്തമായി മാറാമായിരുന്നു, എല്ലാം സുരക്ഷിതമായി പര്യവസാനിച്ചതിൽ സന്തോഷമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. പിന്നീട് കൺട്രോളറുടെ പ്രതികരണമൊക്കെ വന്നു. 25 വർഷത്തെ സർവീസ് ഉണ്ട് അദ്ദേഹത്തിന്. പക്ഷേ ഈ 25 വർഷത്തെ സർവീസ് പാരമ്പര്യമുള്ള തൻ്റെ കരിയറിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. എയർ ട്രാഫിക് കൺട്രോളറാണ് തൻ്റെ കരിയറിൽ ഇത്തരമൊരു സംഭവം ആദ്യമായിട്ടെന്ന് പിന്നീട് വെളിപ്പെടുത്തിയത്. ഒരേ കോൾ സൈനിൽ
രാത്രിയിൽ 2 വിമാനങ്ങൾ ഒരേ സമയം ആകാശത്ത് വരുന്ന അവസ്ഥ, അത് വിശ്വസിക്കാനാകാത്തതും ഒരിക്കലും സംഭവിച്ചുകൂടാത്തതും, ഇനി അങ്ങനെ സംഭവിച്ചാൽ തന്നെ എന്ത് ചെയ്യും എന്ന് അറിഞ്ഞുകൂടാതെ പകച്ചു പോകുന്നതുമായ ഒരു നിമിഷമായിരുന്നു. പക്ഷേ സമയോചിതമായ വളരെ ബുദ്ധിപരമായ ഇടപെടലിലൂടെയാണ് അദ്ദേഹം അതിനെ കൈകാര്യം ചെയ്തത്. എയർലൈൻസിന്റെ ഡിസ്പാച്ച് ഓപ്പറേഷൻ വിഭാഗത്തിന് സംഭവിച്ച അപാകതയാണ് ഇത്തരത്തിലൊരു പിഴവിലേക്ക് നയിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരേ ഫ്ലൈറ്റ് നമ്പറിൽ 2 വിമാനങ്ങൾ ഒരേ സമയം ആകാശത്തെത്താൻ കാരണമായത് ഈ ഡിസ്പാച്ച് ഓപ്പറേഷൻ വിഭാഗത്തിന് സംഭവിച്ച വലിയൊരു വീഴ്ചയാണ്. സംഭവത്തെക്കുറിച്ച് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനും അമേരിക്കൻ എയർലൈൻസും അന്വേഷണം പ്രഖ്യാപിച്ചു. എയർ ട്രാഫിക് കൺട്രോളർമാരുടെയും പൈലറ്റുമാരുടെയും മികച്ച ഏകോപനം കാരണം വിമാനങ്ങളുടെ സുരക്ഷിതമായ അകലം പാലിക്കാൻ സാധിച്ചുവെന്നും യാത്രക്കാർക്ക് അപകടമൊന്നും ഉണ്ടായില്ലെന്നും അമേരിക്കൻ എയർലൈൻസ് പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. സാങ്കേതികമായി സംഭവിച്ച പൊരുത്തക്കേടുകൾ പരിഹരിക്കാൻ അന്വേഷണം നടത്തുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം എന്തായാലും വലിയൊരു അപകടം ഒഴിവായി പോയതിന്റെ ആശ്വാസം ഒരു വശത്ത് നിൽക്കവേ തന്നെ നമുക്കറിയാം, ഈ വിമാനം പറത്തുന്ന പൈലറ്റുമാരായാലും വിമാനം കൈകാര്യം ചെയ്യുന്ന മറ്റുള്ളവരായാലും ഏത് രീതിയിലാണ്, എത്രത്തോളം ഗൗരവത്തോടെയാണ് അത് ചെയ്യേണ്ടത് എന്നത് സൂചിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ചുറ്റും തന്നെ നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ വലിയൊരു അപകടം, അതും പൈലറ്റുമാർക്ക് സംഭവിച്ച പിഴവ് അതൊരു വലിയൊരു അപകടത്തിലേക്ക് നയിക്കപ്പെടാവുന്നതായിരുന്നു. പക്ഷേ തലനാരിഴയ്ക്ക് ഒഴിവായി പോയി വലിയൊരു അപകടം. അത്തരത്തിലൊരു സംഭവം കഴിഞ്ഞ ദിവസങ്ങളിലും ഉണ്ടായി. ഫുക്കറ്റിൽ നിന്നും ഡൽഹിയിലേക്ക് വരികയായിരുന്ന എയർ ഇന്ത്യ വിമാനം ആകാശത്ത് വെച്ച് പെട്ടെന്ന് 300 അടിയോളം താഴേക്ക് പതിച്ച സംഭവം. ഇതിന്റെ നടുക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. വിമാനത്തിന്റെ പൈലറ്റ് ഇൻ കമാൻഡ് കഞ്ചാവ് ഉപയോഗിച്ചതായി രണ്ടാമത്തെ ഡോപ്പ് ടെസ്റ്റിലും സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി. 137 യാത്രക്കാരും 8 ജീവനക്കാരുമായി പറന്ന A12379 എന്ന വിമാനമാണ് ഓഗസ്റ്റ് 4 അപകടത്തിൽപ്പെട്ടത്. വ്യോമയാന മാനദണ്ഡങ്ങൾ അനുസരിച്ച് നടത്തുന്ന സൈക്കോ ആക്റ്റീവ് പദാർത്ഥ പരിശോധനയുടെ പ്രാഥമിക ഫലം അനുസരിച്ച് അത് നെഗറ്റീവ് അല്ല, പോസിറ്റീവ് ആയിരുന്നു. അതായത് ഡ്രഗ് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തി. ഇതേ തുടർന്ന് ലാബ് പരിശോധനയ്ക്ക് അയക്കുകയായിരുന്നു. ഇതിലും പൈലറ്റ് കഞ്ചാവ് ഉപയോഗിച്ചുവെന്ന് തെളിയുകയായിരുന്നു. അപകടത്തിൽ 13 യാത്രക്കാർക്കും 4 വിമാന ജീവനക്കാർക്കും പരിക്കേറ്റു. വലിയൊരു ആൾ ദുരന്തം ഒഴിവായി എന്ന് തന്നെ നമുക്ക് പറയേണ്ട കാര്യമാണ്. 2 ജീവനക്കാരുടെ കഴുത്തിനും നട്ടലിനും സാരമായി പരിക്കേറ്റുവെന്നാണ് കേന്ദ്ര സിവിൽ ഏവിയേഷൻ മന്ത്രി റാം മോഹൻ നായിഡു അറിയിച്ചത്. വിമാനം 300 അടി താഴേക്ക് പതിക്കുന്ന സമയത്ത് പ്രധാന പൈലറ്റ് കോക്പിറ്റിലെ തന്റെ സീറ്റിൽ ഉണ്ടായിരുന്നില്ല. കോ പൈലറ്റാണ് ഈ സമയം വിമാനം നിയന്ത്രിച്ചിരുന്നത്. ആകാശ ചുഴിയാണ് അപകട കാരണം എന്നായിരുന്നു ആദ്യ നിഗമനം. പക്ഷേ 1 മിനിറ്റിനുള്ളിൽ ഓട്ടോ പൈലറ്റ് വിച്ഛേദിക്കപ്പെട്ടത് ഉൾപ്പെടെ 9ഓളം സാങ്കേതിക തകരാറുകളാണ് ഈ വിമാനത്തിൽ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ അതിന് ആകാശ ചുഴിയിൽ പെട്ടതല്ല എന്ന് റിപ്പോർട്ടുകൾ മനസ്സിലാക്കാൻ എന്ന ഒരു നിഗമനത്തിലേക്ക് എത്താൻ സാധിച്ചു. വിമാനം നെഗറ്റീവ് G അവസ്ഥയിലേക്ക് പോയി. ഇതോടെ കോക്പിറ്റിലുണ്ടായിരുന്ന പ്രധാന പൈലറ്റും സീറ്റ് ബെൽറ്റ് ധരിക്കാറുന്ന യാത്രക്കാരും മുകളിലേക്ക് പൊങ്ങിപ്പോയി. അവർക്ക് പരിക്കേൽക്കുകയായിരുന്നു. സംഭവത്തിൽ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ വിശദമായ അന്വേഷണം നടത്തുകയാണ്. വിമാനത്തിന്റെ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറും കോക്പിറ്റ് വോയിസ് റെക്കോർഡറും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അന്വേഷണത്തിൽ സഹായിക്കാൻ എയർബസ് വിദഗ്ധരടക്കം എത്തും. വിഷയം ഗുരുതരമായി കണ്ട സിവിൽ ഏവിയേഷൻ മന്ത്രാലയം എയർ ഇന്ത്യ CEO കാമ്പൽ വിൽസനെ വിളിച്ചു വരുത്തി വിശദീകരണം തേടുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.